വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ കൺമണിയുടെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമണി വിദ്യയുടെ മുഖം മൂടി 4 വലിച്ചു കീറി കൃഷിൻ്റെ മുന്നിൽ തുറന്ന് കാട്ടുന്നൊരു എപ്പിസോഡാണ്. ആരും മിസ്സാക്കല്, ഒരു അടിപൊളി എപ്പിസോഡാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ കൃഷി ഇങ്ങനെ എന്തോ മഹിയെടുത്ത് പറയാൻ പോകുമ്പോൾ ആരോ വന്നതുകൊണ്ട് കൃഷി പിന്നെ വിഴുങ്ങുന്നുണ്ടല്ലോ വാക്കുകൾ. അത് നമ്മുടെ ദേവജിയാണ് വന്നത്, കൺമണിയല്ല. അപ്പോൾ ദേവജി വന്നിട്ട് കൃഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ റെക്കമെൻഡേഷൻ വേണമെന്ന്. അപ്പോൾ മഹിയും കൃഷി ഇത് കേട്ട് ഇത് ആർക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ദേവജി പറയുന്നുണ്ട് കൺമണിക്ക് വേണ്ടിയാണെന്ന്. ഇത് കേട്ട് കൃഷിയും മഹിയും ഞെട്ടി നിൽക്കുന്നുണ്ട്. കൺമണിക്ക് വേണ്ടിയോ എന്ന രീതിയിൽ കൃഷി ചോദിക്കുന്നുണ്ട് കൺമണിക്ക് എന്താ പറ്റിയത് ദേവജിന്ന്. അപ്പോഴത്തേക്ക് ദേവജി പറയുന്നുണ്ട് കൺമണി ഒരു വലിയ പ്രശ്നത്തിന് നടുവിലാണ്. അവളുടെ വീട്ടിൽ ഇന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ചായിരുന്നു. ബാങ്കിലെ ലോൺ പെട്ടെന്ന് തന്നെ അടയ്ക്കണം, ഇല്ലെങ്കിൽ ജപ്തി ചെയ്യും വീടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കൺമണിക്ക് ലോൺ അടയ്ക്കാനുള്ള പൈസ ഉണ്ടാക്കി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ കൃഷി പറയുന്നുണ്ട് എത്ര രൂപയാണെന്ന് ദേവജി ചോദിച്ചാൽ മതി, ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവജി പറയുന്നുണ്ട് 15 ലക്ഷം രൂപയാണ്, പക്ഷേ അത് നീ കൊടുത്ത ഒന്നും അവൾ വാങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്. അവൾ ആരുടെ സൗജന്യത്തിൽ കിട്ടുന്ന 1 രൂപ പോലും വാങ്ങത്തില്ല. കാരണം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അവളുടെ അച്ഛൻ ആശുപത്രി കിടന്ന സമയത്ത് സാഗർ പൈസ കൊണ്ട് കൊടുത്തിട്ട് പോലും അവൾ വാങ്ങിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അവൾ പൈസ വാങ്ങിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടെന്ന്. അപ്പോൾ കൃഷി പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഡൽഹി പ്രോജക്റ്റ് അവളല്ലേ നമുക്ക് വാങ്ങിത്തന്നത്, അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് എന്ന നിലയിൽ ഈ 15 ലക്ഷം രൂപ കൊടുക്കാം. അപ്പോൾ ദേവജി പറയുന്നുണ്ട് അതൊന്നും അവൾ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ എന്തെങ്കിലും വഴി കൂടെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട് എന്ത് വഴി. അപ്പോഴത്തേക്ക് ദേവജി പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ പറയാം. എന്തായാലും ഇപ്പോൾ കൺമണി ഇവിടെ ചീഫ് ഡിസൈനറായി പ്രൊമോഷൻ കിട്ടിയോണ്ട് സാലറിയിൽ ഒരു ഉയർച്ചയുണ്ടല്ലോ. അപ്പോൾ അവളുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ലോൺ പാസ്സാക്കാം. അങ്ങനെ ആകുമ്പോൾ അവൾ അത് സ്വീകരിക്കും. അപ്പോൾ ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ദേവജി അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ നീക്കാം, മതി കൃഷി, എന്നാൽ ശരി എന്ന് പറഞ്ഞ് ദേവജി അവിടെ നിന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ് കൃഷി തലയ്ക്ക് കൈയെടുത്ത് പറയുന്നുണ്ട് എന്നാലും മോശമായിപ്പോയി, ഞാൻ അങ്ങനെ അവളുടെ അടുത്ത് നിന്ന് പറയാൻ പാടില്ല എന്നോ, ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ നടുവിലാണ് അവൾ നിൽക്കുന്നതെന്ന്. മിക്കവാറും ഇതിൻ്റെയൊക്കെ കാരണം ആ കൺമണിയുടെ ഏട്ടത്തി തന്നെ ആയിരിക്കും, കാരണം അവർ എൻ്റെ മുന്നിൽ വെച്ച് കൺമണിയെ തല്ലിയിട്ടുണ്ട് എന്നൊക്കെ മഹിയുടെ അടുത്ത് കൃഷി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മഹി പറയുന്നുണ്ട് എടാ ഇത് നല്ലൊരു ചാൻസാണ്, നിനക്ക് കൺമണിയുടെ മുന്നിൽ ഹീറോ ആവാൻ പറ്റിയ ചാൻസാണ്, മിസ്സാക്കല്ല്. കാരണം നീ വലിയ ഹീറോയിനെ പോലെ ചെന്ന് കൺമണിയുടെ വീടിൻ്റെ ആധാരം തിരിച്ചെടുക്കാൻ പൈസ അടച്ച് കൺമണിയെ സഹായിക്കുമ്പോൾ കൺമണിയുടെ മനസ്സിൽ ഇതുണ്ടാവുന്നു, പിന്നെ ഇവിടെ ആ സുന്ദരമായ പ്രണയത്തിന് തുടക്കം കുറിക്കുന്നു. എന്താല്ലേ, ഓ എനിക്കതങ്ങോട്ട് ആലോചിക്കാൻ കൂടി വയ്യ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് മോനെ ഒക്കെ പറയുന്ന സമയത്ത് കൃഷി എന്നിട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മഹിയെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഒരാശംസയും കൊടുത്ത് മഹി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് കൃഷി കുറച്ച് ഗാഢമായ ചിന്തയിലേക്ക് പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല ചിന്ത. ഇനി കൺമണി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കൺമണിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. അപ്പോൾ അത് പരിചയമില്ലാത്ത നമ്പറാണ്. അപ്പോൾ കൺമണി എടുക്കുമ്പോൾ അത് ഗോകുലായിരിക്കും. ഗോകുൽ അപ്പം ഞാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൺമണി ഒരു ആകാംക്ഷയോടെ എന്താടാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട് അപ്പം ഇതെൻ്റെ ഒരു ടീച്ചറിൻ്റെ ഫോണാണ്, എനിക്കിവിടെ എന്നിട്ട് ഒരു സമാധാനവും ഇല്ല, നമ്മുടെ വീട് ജപ്തി ചെയ്ത് പോവോ അപ്പം എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഇല്ലടാ നീ പേടിക്കണ്ട, എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോകുലിന് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്രിസ് സാർ എടുത്തുണ്ടോയെന്ന്. അപ്പോൾ കൺമണി പറയുന്നുണ്ട് അയ്യോ നീ ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നതെന്ന്. അത് പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് ക്രിസ് സാർ എൻ്റെ അടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ദേഷ്യപ്പെട്ടു, ഈ പ്രഷറെല്ലാം കൂടെ തലയിലുള്ളതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ഗോകുൽ പറയുന്നുണ്ട് അപ്പേ എന്നിട്ടാണോ അപ്പം ഇങ്ങനെ നിൽക്കുന്നത്, അപ്പം പോയി സോറി പറയാത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സോറി പറയണോ? അപ്പോഴത്തേക്ക് നമ്മുടെ ഗോകുൽ പറയുന്നുണ്ട് പിന്നല്ലാതെ പാവം ക്രിസ് സാർ എന്ത് വിചാരിച്ചു കാണും, വിഷമമായി കാണും ക്രിസ് സാറിന്, അപ്പം എന്തായാലും സോറി പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൺമണി എന്നാൽ ശരി ഞാൻ ഇപ്പം തന്നെ പോയി അടുത്ത എൻ്റെ ജോലി സോറി പറയാൻ ക്രിസ് സാറിൻ്റെ അടുത്ത് പോകുന്നത് തന്നെയാണ് ശരിയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോകുൽ ആ ശരി അപ്പേന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന കൃഷ്ണയാണ്. കൃഷ് ആരോടോ പറയുന്നുണ്ട് കൺമണിയുടെ സാലറിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇപ്പം തന്നെ ടേബിളിൽ വേണം എന്നൊക്കെ. ആ സമയത്ത് കൃഷിൻ്റെ ക്യാബിനിലേക്ക് കൺമണി വരുന്നുണ്ട്. കൺമണിയെ കണ്ട കൃഷ് ബാ കൺമണി എന്ന് പറഞ്ഞ് എണീച്ച് കൺമണിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കൃഷി പറയുന്നുണ്ട് സോറി കൺമണിയുടെ അടുത്തേക്ക് ഞാൻ അപ്പോൾ വന്ന് ഈ ബർത്ത്ഡേ സെലിബ്രേഷനെ കുറിച്ചൊന്നും പറയില്ലായിരുന്നു, കൺമണിയുടെ സിറ്റുവേഷൻ ഞാൻ അറിയാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട് സാർ എന്തിനാ എൻ്റെ അടുത്ത് സോറി പറയുന്നത്, ഞാനല്ലേ തെറ്റ് ചെയ്തത്, അതുകൊണ്ട് ഞാനാണ്
ഞാനാണ് സാറിൻ്റെ അടുത്ത് സോറി പറയേണ്ടതെന്ന് പറയുന്നുണ്ട് കൺമണി. തുടർന്ന് കൺമണി പറയുന്നുണ്ട് അത് മാത്രമല്ല ഒന്നുമില്ലെങ്കിൽ ഞാൻ ഓർക്കേണ്ടതായിരുന്നു സാർ ഈ കമ്പനിയുടെ MD ആണെന്നുള്ള കാര്യം. അപ്പോൾ കൃഷി പറയുന്നുണ്ട് അയ്യോ കൺമണി, ഞാൻ കൺമണിയുടെ മുന്നിൽ MD ആയിട്ടൊന്നും അല്ല, കൃഷി ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ കൃഷി പറയുന്നുണ്ട് കൺമണി എന്തായാലും പേടിക്കണ്ട, കൺമണിക്ക് വേണ്ട സാലറി സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ അത് ബാങ്കിലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലോൺ കിട്ടും എന്ന് പറയുന്നുണ്ട്. കൺമണിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക, കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയോ എന്നുള്ള രീതിയിൽ, ഇത് വലിയ സർപ്രൈസ് ആണല്ലോ എന്ന രീതിയിലും കൺമണി നിൽക്കുന്നുണ്ട് കണ്ണൊക്കെ നിറഞ്ഞ്. എന്നിട്ട് കൃഷി പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാമല്ലോ കൺമണിയുടെ കണ്ണ് നിറയുമ്പോഴും വിഷമിക്കുമ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം വരുന്നതെന്ന്. അപ്പോൾ കൺമണി പെട്ടെന്ന് അയ്യോ ഇങ്ങേരും ഇനി സൈക്കോ ആണോ എന്ന രീതി നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൃഷി പറയുന്നുണ്ട് എന്നാലേ എനിക്ക് കൺമണിയുടെ കണ്ണീരൊപ്പി കൺമണിക്ക് സന്തോഷം തരാൻ പറ്റൂ, കൺമണി സന്തോഷിക്കുമ്പോഴല്ലേ എനിക്കും കുറച്ചുകൂടെ സന്തോഷമാകത്തുള്ളൂ. പിന്നീട് കൃഷി പറയുന്നുണ്ട് കൺമണി എൻ്റെ ആരൊക്കെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എൻ്റെ വേണ്ടപ്പെട്ട ആരോ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് കൃഷി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കൺമണിയാണെങ്കിൽ ഇങ്ങനെ കണ്ണ് നിറഞ്ഞെന്ന സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം കൺമണിയുടെ അടുത്തേക്ക് കൃഷി പോയിട്ട് കൺമണിയുടെ കണ്ണൊക്കെ തുടച്ചിട്ട് പറയുന്നുണ്ട് തൻ്റെ കൂടെ ഞാൻ എന്നും കാണും എന്ന് പറഞ്ഞിട്ട് കൺമണിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് തന്നെ ഞാൻ അങ്ങനെ കൈവിട്ട് കളയോടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കൺമണി പറയുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ളൊരു വലിയ ഭാരമാണ് ഞാൻ ഇപ്പോൾ ഇറക്കി വെച്ചത്, നന്ദിയുണ്ട് സാർ എന്ന് പറയുന്നുണ്ട്. വിദ്യയാണെങ്കിൽ കഷ്ടപ്പെട്ട് ഈ സമയത്ത് ഇവരുടെ ഈ രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഹൈ റിസ്കിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ കൺമണിയാണെങ്കിൽ വിദ്യയുടെ പണി 8 നില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണുന്നുണ്ട്. കണ്ടിട്ട് കൺമണി ആ സമയത്ത് ഓടുന്നുണ്ട് വിദ്യയുടെ പുറകെ കൃഷിനെ തള്ളി മാറ്റിയിട്ട്. കൃഷിയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട്. നല്ലൊരു ചാൻസ് ആയിരുന്നു, മിക്കവാറും എനിക്ക് തോന്നുന്നു കൃഷി ആ ചീറ്റിപ്പോയ സർപ്രൈസ് ഇവിടെ കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നെന്ന് തോന്നുന്നു. ഈ വിദ്യ ഒറ്റ എത്ത് കാരണം അത് പൊളിഞ്ഞ് ഇത്തവണ. വിദ്യയാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുവാണ്, ഈ ഓട്ടം വല്ല ഒളിമ്പിക്സിലും ഓടിയെന്നെങ്കിൽ ഗോൾഡ് മെഡലെങ്കിലും കിട്ടിയാനെ. എന്നിട്ട് കൺമണി വിട്ടു കൊടുക്കുന്നില്ല, കൺമണി പുറകെ ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് വിദ്യയുടെ മൊബൈൽ പിടിച്ചു മേടിച്ച് നോക്കുമ്പോൾ അതിൽ വീഡിയോ കാണുന്നുണ്ട്. ആ സമയത്ത് കൃഷിയും ഇവരുടെ പുറകെ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കൺമണി എന്താ പറ്റിയെന്ന്. അങ്ങനെ ഈ വീഡിയോ ലൈവായിട്ട് കൃഷിനെ മുന്നിലിരിക്കുന്ന കാണിച്ചു കൊടുക്കുകയാണ് കൺമണി വലിയ ഹീറോ ആയിട്ട്. അപ്പോൾ കൃഷി ഇത് കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കും, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത, ഇതൊരു കമ്പനിയാണോ അതോ വേറെ വല്ലതും ആണെന്ന് കൃഷി ഇങ്ങനെ ഒരു നിമിഷം ചിന്തിച്ച് നിൽക്കുന്നു. കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട് കണ്ടില്ലേ സാർ, ഇവള് സത്യം പറയാലും ഇവള് ചതിയത്തിയാണ്, ഇവളെ ഒരിക്കലും വിശ്വസിച്ചൂടെ, ഇവൾ ഇതുപോലെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വന്നു നോക്കി ഡിസൈനിങ് അല്ല ഇവളുടെ ഇവിടുത്തെ മെയിൻ പണി, ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് പലർക്കും അയച്ചു കൊടുക്കുക. ഇപ്പം തന്നെ ഇവൾ ഈ വീഡിയോ എടുത്തത് ആർക്കും അയക്കാനായിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നാണ് കൃഷി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കൺമണി പറയുന്നുണ്ട് സാറിനറിയോ ഇവിടെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനേഴ്സ് ഉണ്ട്, അവരെയൊക്കെ കളിയാക്കൽ. പിന്നെ അത് മാത്രമല്ല ഇവളുടേതായിട്ട് ഈ ഫ്രഷ് ഡിസൈൻ പോലും ഈ കമ്പനിയിലില്ല. ഇവൾ ബാക്കിയുള്ളവരെ കളിയാക്കാനും ഇതുപോലുള്ള ചാരുപണികൾ ചെയ്യാനും വേണ്ടി മാത്രമാണ് ഈ കമ്പനി വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കൺമണി. ഇവൾ ഇതുപോലെ പല വീഡിയോസും മാനസ മാഡത്തിന് അടുത്ത് അയച്ച് കുത്തിത്തിരിപ്പുകളൊക്കെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഡിസൈനേഴ്സ് എല്ലാവരും കൂടി ഇവക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് തരാൻ വേണ്ടി MDയെ കാണാതിരിക്കുമായിരുന്നു. എന്തായാലും ഇപ്പം ഞാൻ എല്ലാ സാറിൻ്റെ അടുത്ത് പറയാം. എന്നിട്ട് കൺമണി ദേഷ്യത്തിൽ വിദ്യ അടുത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിൻ്റെ അസുഖമാണ്, ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് കണ്ടാൽ നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൺമണി തന്നെ അങ്ങനെയാണ് കാണുന്നതെന്ന്. എനിവേ കൃഷി അങ്ങനെയൊന്നും അല്ല കാണുന്നത്, കൺമണിയുടെ ഉള്ളിലും അങ്ങനെയൊന്നും അല്ല. പിന്നെ അവൾ എന്തടിസ്ഥാനത്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇത് പറയുന്നുണ്ട് സാർ ഇവള് പറയുന്നതൊക്കെ കള്ളമാണ്, ഇതൊന്നും വിശ്വസിക്കില്ലെന്ന്. അപ്പോൾ കൃഷി പറയുന്നുണ്ട് നീ ഇനി ഒന്നും പറയേണ്ട വിദ്യ, കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ദേവജിയൊക്കെ പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് പല കാര്യങ്ങളും, ഇതുകൊണ്ട് തന്നെ നിന്നെ കുറേ നാളായിട്ട് ഞാൻ ഇപ്പം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കൃഷി. സത്യത്തിൽ വിദ്യ നീ എന്തിനാണ് ഈ കമ്പനി ജോലി ചെയ്യാൻ വരുന്നതെന്ന് കൃഷി ചോദിക്കുന്നുണ്ട്. പിന്നീട് കൺമണി പറയുന്നുണ്ട് സാർ ഇതുപോലെ പലതവണ നമ്മുടെ വീഡിയോ എടുത്ത് ഇവള് മാനസ മാഡത്തിന് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷിന് എല്ലാം മനസ്സിലാവുന്നുണ്ട്, മുന്നേ നടന്ന മാനസയുടെ ഈ വിളിച്ചു ചോദിപ്പുകളും ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃഷിന് മനസ്സിലാവുന്നുണ്ട്. കൃഷി എന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട് വിദ്യയ്ക്കുള്ള സസ്പെൻഷൻ ലെറ്റർ ടൈപ്പ് ചെയ്ത് വെച്ചോന്ന്. അപ്പോഴത്തേക്ക് വിദ്യയും കൺമണിയൊക്കെ ഞെട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് കൃഷി കൺമണിക്ക് ഈ ഫോൺ കൊടുക്കുന്നുണ്ട്. കൺമണി പറയുന്നുണ്ട് സാർ സസ്പെൻഷൻ ഒന്നും കൊടുക്കണ്ട, ഒന്ന് വാർണിംഗ് ചെയ്ത് വിട്ടാൽ പോരെന്ന്. അപ്പോൾ കൃഷി ദേശത്ത് കൺമണിയെടുത്ത് പറയുന്നുണ്ട് ഞാനാണ് ഈ കമ്പനിയുടെ MD, എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കൃഷി. എന്നിട്ട് വിദ്യയാണെങ്കിൽ കൺമണിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നീ എൻ്റെ ജോലി കളഞ്ഞില്ലേടി എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വിദ്യ ഈ നികളിക്കുന്ന ബലരാമനെ കണ്ടിട്ടാണെന്ന്. ബലരാമൻ നല്ലവനായ കാര്യം
എന്ന് വിദ്യ അറിയുന്നില്ലെന്ന് തോന്നുന്നു. വിദ്യയുടെ അമ്മായിമാർ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സുലോചനയാണെങ്കിൽ ഓടിച്ചെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ വിദ്യയ്ക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന്. അപ്പോൾ ഈ 2 അമ്മായിമാരും ഞെട്ടി നിൽക്കും. ഇവിടെ സുലോചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് വിദ്യയ്ക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന്. അപ്പോൾ ബാക്കി 2 അമ്മായിമാരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ സുലോചന പറയുന്നുണ്ട്, കൺമണിയും ക്രിസാറും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യ ഒളിഞ്ഞു നോക്കി, അങ്ങനെയാണ് വിദ്യയ്ക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന്. അപ്പോൾ അമ്മായിമാർ അങ്ങനെയാണോ? സുലോചന പറയുന്നുണ്ട്, അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് കൺമണി കണ്ടു. അങ്ങനെ കൺമണി ക്രിസാറിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് വിദ്യയ്ക്ക് സസ്പെൻഷൻ കിട്ടിയത്. അപ്പോൾ ഉടനെ ശാന്ത പറയുന്നുണ്ട്, ഇനിയിപ്പം നമ്മൾ അതുവഴി പോകുമ്പോൾ ഇവർ രണ്ട് സംസാരിക്കുന്ന കണ്ടാൽ പോലും അങ്ങോട്ട് നോക്കല്ല്, എന്നാൽ പിന്നെ നമുക്കും കിട്ടും എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും സന്തോഷിക്കുമായിരിക്കും. ആ സമയത്ത് ആണെങ്കിൽ ഇതിലൊരു അമ്മായി പറയുന്നുണ്ട്, നമ്മുടെ പ്രശ്നം ഇപ്പോൾ ഇതൊന്നും അല്ലല്ലോ, നമ്മുടെ വീട് എങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ളതല്ലേ. ആ വീട് ജപ്തിയിൽ എങ്ങനെ പോയാൽ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുന്ന സമയത്ത് അതൊരു വിദ്യ വരും. എന്നിട്ട് വിദ്യ പറയും, ആ വീട് പോയെന്നങ്ങ് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറയും. ഇത് കേൾക്കുന്ന അമ്മായിമാരാണെങ്കിൽ ഒരു ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് വിദ്യ പറയും, നിങ്ങൾ കൺമണി അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുകയല്ലേ, അവളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിച്ചുകൂടാ. കാരണം ഇപ്പോൾ അവൾ കണ്ടില്ലേ എന്നെ നൈസായിട്ട് ക്രിസാറിനെ സ്വാധീനിച്ച് ഇവിടുന്ന് പുറത്താക്കിയത്, അതുപോലെ നിങ്ങളെ അവൾ പുറത്താക്കും എന്ന് പറയും. പിന്നീട് വിദ്യ പറയുന്നുണ്ട്, പണ്ട് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ ഞാൻ കൺമണിയെ ഒരുപാട് തലയിൽ വെച്ചതാ, ഇപ്പോൾ അവളെ താഴെ നിർത്തിയില്ലേ, അതുപോലെ നിങ്ങളെ അവൾ ഇറക്കി വിടുന്നു മിക്കവാറും. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ല, അവൾ ക്രിസാറിനെയും ക്രിസാറിൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും കയ്യിലെടുത്തു. പിന്നീട് വിദ്യ പറയുന്നുണ്ട്, നിങ്ങൾ കൺമണി ആ വീട് നിങ്ങൾക്ക് തിരിച്ചെടുത്ത് തരും എന്നുള്ള വിചാരത്തിൽ നിൽക്കുകയാണോ, അവൾക്കിപ്പോൾ അതിലൊന്നും ഒരു ചിന്തയും ഇല്ല, അതുകൊണ്ട് അതൊക്കെ ഓർത്ത് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ വീട് കൈവിട്ടു പോകും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിദ്യ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. വിദ്യ എനിക്ക് വന്ന് ഈ കിടന്ന് നകളിക്കുന്ന അത്രയും ബലരാമൻ ഉണ്ടെന്നുള്ള ശക്തിയിലും വല്ലതും ആയിരിക്കും. അമ്മായിമാർ ഇതൊക്കെ കേട്ട് പേടിച്ച് നിൽക്കുവാണ്, എന്ത് ചെയ്യണം എന്ന് മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുവാണ് അമ്മായിമാർ. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസനെയാണ്. ശ്രീനിവാസൻ്റെ കൂട്ടുകാരടുത്ത് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ജോയി എൻ്റെ വീട് മിക്കവാറും എനിക്ക് നഷ്ടപ്പെടുമെന്ന്, കാരണം എങ്ങനെ ആ വീട് തിരിച്ചു പിടിക്കണം എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോയി പറയുന്നുണ്ട്, കൺമണി മോള് നിൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് നീ പേടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ, അതാണ് എൻ്റെ ശക്തി, പക്ഷെ അവളാൽ കഴിയുമെന്നറിയില്ല ഇതൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീനിവാസൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്യാത്ത എന്താണെന്ന്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതിന് പണം മുടക്കുണ്ടല്ലോ, അതിനുള്ള പണം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന്. അപ്പോഴത്തേക്ക് ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, കൺമണി എന്തായാലും അതൊക്കെ ചെയ്യിക്കും, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണി സന്തോഷം ഓടി വരുന്നുണ്ട്. അപ്പോൾ ഈ കൺമണിയെ കണ്ട് എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ നമ്മുടെ ജപ്തി തിരിച്ചടയ്ക്കാനുള്ള ഒരു മാർഗം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, എന്ത് മാർഗമാണ് മോളെ എന്ന്. അപ്പോൾ കൺമണിയാണെങ്കിൽ ആ സാലറി സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് അച്ഛാ, ഇത് എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ചീഫ് ഡിസൈനർ ആയപ്പോൾ എനിക്ക് സാലറി വർധനവുള്ളതുകൊണ്ട് തന്നെ ലോൺ കിട്ടും, അത് വെച്ച് അടയ്ക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ അത് മേടിച്ച്, ഇതൊക്കെ നടക്കും മോളെന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛാ നടക്കും എന്ന് പറയുന്നുണ്ട്. കൺമണി പറയുന്നുണ്ട്, ഇപ്പോൾ ബാങ്കിൽ എല്ലാ രേഖകളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലോണൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ ആ പേപ്പർ നോക്കിയിട്ട് സന്തോഷിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ശ്രീനിവാസൻ ഒരു എപ്പിസോഡിൽ ചിരിച്ച് നിൽക്കുന്ന കാണിച്ച് എപ്പിസോഡ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.